ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ വീട്ടിച്ചാലിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർച്ച നടത്തിയ കേസിലെ പ്രതി പിടിയിലായി. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി വാക്കയിൽ അക്ബറിനെയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത്. നവംബർ 19-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നിലമ്പൂർ വീട്ടിച്ചാൽ തേക്കുതോട്ടം പടിപ്പുരയ്ക്കൽ വിലാസിനിയുടെ വീട് കുത്തിത്തുറന്ന് കൈച്ചെയിനും മോതിരവും 1000-ഓളം രൂപയും മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ വിലാസിനിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീട്ടുമുറ്റത്തുനിന്ന് ലഭിച്ച വെട്ടുകത്തി ഉപയോഗിച്ച് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത്. വിലാസിനി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് 20-ന് നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മോഷണ രീതികൾ പ്രതി പോലീസിന് കാണിച്ചുകൊടുത്തു. കൂടുതലും ഇയാളുടെ യാത്ര ട്രെയിൻ മാർഗമാണ്. യാത്രക്കിടയിൽ ലൈറ്റുകൾ തെളിയാത്ത വീടുകൾ കണ്ടാൽ ആ വീടുകളിൽ രാത്രി മോഷണം നടത്തുകയാണ് പ്രതിയുടെ ശൈലി. വീടിന്റെ പരിസരങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തുന്നത്. കരുവാരക്കുണ്ട് കിഴക്കേത്തലയിൽ നിന്നും വീടിന്റെ വാതിൽ പൊളിച്ച് 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ ഇയാൾ കരുവാരക്കുണ്ട് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതോടെയാണ് പോലീസ് പ്രതിയെ നിലമ്പൂരിലെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. മോഷണം നടത്തി കിട്ടുന്ന പണവുമായി ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി. രാവിലെ 11 മണിയോടെയാണ് തെളിവെടുപ്പ് നടത്തിയത്. വിലാസിനിയുടെ വീട്ടിൽ നിന്നും 1 പവനോളം സ്വർണവും 500 രൂപയുമാണ് കവർന്നതെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.